ജയസുധയുടെ അമ്മാവനായ യതീന്ദ്രനെ തന്റെ വരുതിയിലാക്കുന്ന സിറിൾ. ജയസുധയും ജലജയുമായി സിറിളിന്റെ പാർട്ണർഷിപ്പിൽ ഒരു ബിസിനസ് നടത്താൻ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ ഭാഗമായി മാവേലിക്കരയിലുള്ള പിള്ളയുടെ സ്വത്തിന്റെ ഷെയർ ചോദിക്കണമെന്ന് പറയുന്ന സിറിൾ. ജയസുധയും സുദീപും വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. രവിയെയും സുദീപിനെയും തമ്മിൽ അകറ്റാൻ താനൊരു വലിയ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഏഞ്ചലിനോട് പറയുന്ന സിറിൾ. ബിസിനസിന്റെ കാര്യത്തെപ്പറ്റി സുദീപിനോട് പറയുന്ന ജയസുധ. ഇനി തുടർന്ന് കാണുക. ഓക്കെ, അതൊക്കെ ശരി. നമ്മുടെ ഷെയർ എന്ന് പറയുമ്പോൾ എന്റെ ഷെയർ കൂടി ആണല്ലോ. നിന്റെ ചേട്ടൻ മുടക്കുന്നത് നിന്റെ ഷെയർ. ഞാൻ അവിടെ നിന്ന് ഇത്രയും പണം റേസ് ചെയ്യും. എന്റെയും നിന്റെന്നൊക്കെ പറഞ്ഞിങ്ങനെ പിരിച്ച് പറയാതെ. അതിനല്ലേ ഞാൻ പറഞ്ഞത് നമുക്ക് സുദീപേട്ടന് കിട്ടാനുള്ള ഷെയർ മേടിക്കാമെന്ന്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചോദിക്കുന്നത്. മാവേലിക്കരയിലെ ആ തറവാടാണെങ്കിൽ വെറുതെ കിടന്ന് നശിച്ചു പോവുക. അതിന്റെ പകുതി ഒരു 2.25 ഏക്കർ സ്ഥലം മതി. ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോവും. ഒരു 4-5 കോടി ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ എന്റെ ആഗ്രഹം പോലെ എനിക്ക് അവിടെ ഒരു റിസോർട്ട് പണിയാം. ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ള സ്ഥലമാ. എന്തും മാർക്കറ്റാണെന്നറിയാമോ. ഏറ്റവും നല്ല ടൂറിസ്റ്റ് സ്പോട്ട് ആക്കാന്ന് അവർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സുദീപേട്ടനൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി, എല്ലാം ശരിയാവും. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ഷെയർ ചെയ്യേണ്ട സ്ഥലമല്ലേ. ഇതിന് നേരത്തെ ചോദിക്കുന്നു. അതിന് ചേട്ടൻ അച്ഛനൊന്നും സമ്മതിക്കില്ല. അതെന്നെ പറഞ്ഞ് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണോന്ന്. എപ്പോഴായാലും ഷെയർ ചെയ്യേണ്ടതല്ലേ. അച്ഛന്റെ കാലശേഷം വരെ നോക്കിയിരിക്കുന്ന എന്തിനാ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്താ പോരെ. സുദീപേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് സുദീപേട്ടൻ തന്നെ ചിന്തിച്ചു നോക്ക്. ഒരു കാലത്ത് അതിങ്ങനെ കാട് പിടിച്ച് കിടന്നിട്ടെ ആർക്കും ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. അതൊന്നും നടക്കാത്ത കാര്യങ്ങളാ. അച്ഛനെ സമ്മതിക്കില്ല, ചേട്ടനെ സമ്മതിക്കില്ല. ഞാനെന്തിനാ ഇതിനെ കുറിച്ച് ഇത്ര താല്പര്യം എടുക്കണേ. അല്ല, ദേ ഫോൺ അടിക്കുന്നു. ഞാൻ എടുക്കാം. സിറില? ആ സിറിൽ എല്ലാം ഉറങ്ങിയിട്ടില്ല, ഇവിടെ ഉണ്ട്. ഞാൻ കൊടുക്കാം. ഞാനെന്ത് പറയാനാ? സംസാരിക്ക്. നീ എല്ലാം കരുതി കൂട്ടിയാണല്ലേ. ഭാര്യയും ഭർത്താവും ചേർന്ന് കൂലങ്കഷമായ ചർച്ചയായിരിക്കും. ഷെയർ ചോദിക്കണോ വേണ്ടയോ? അടി തുടങ്ങിയല്ലേ മച്ചാ. നമ്മുടെ ബാംഗ്ലൂർ കാലം മുതൽക്കേ നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. എന്നെ നീ ഈ വിഷയം കൂടെ ചേർന്ന് തകർത്തില്ലേ. എൻ്റെ ലൈഫ് തൊലച്ചില്ലേ. എൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും വിട്ട് ഈ നഗരത്തിൽ പട്ടിയെപ്പോലെ അലയാൻ വിട്ടില്ലേ നീ. എന്നിട്ടിപ്പോ നീ അരുൺ തോമസും അവളും ചേർന്ന് തന്നെ അങ്ങ് ജയിലടയ്ക്കാൻ നോക്കിയല്ലേ. ഒന്നും മറന്നിട്ടില്ല ഞാൻ. നീ എണ്ണിക്കോ. നിന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കും ഞാൻ. ഇന്നലെ വരെ നീ ഒറ്റയ്ക്കായിരുന്നു. ഇന്നതല്ല. നിന്നോട് പൊരുത്തിയില്ലേ. പിന്നെ അവളുടെ കുടുംബമില്ലേ. നിന്റെ ഭാര്യയ്ക്കിപ്പം നിന്നെ എന്നെയാണ്. നീ പരസ്യം കണ്ടിട്ടില്ലേ, പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന്. അതുപോലെയാ ഈ കളിയിൽ നീ ഒരുപാട് വലിയ വില കൊടുക്കേണ്ടി വരും. കുഞ്ഞിന്റെ രൂപത്തിൽ അതിന്റെ മൂല്യം ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. കേട്ടോ സുദീപേട്ട, ആ ഫോണിങ്ങിതാ. ഞാനൊന്ന് സംസാരിക്കട്ടെ. സുദീപേട്ട. ആ സിറിൽ. ആ എങ്ങനെയുണ്ട് മോളെ, നിന്റെ കെട്ടിയോ വീണോ? പോസിറ്റീവ് എനർജി ആണോ അതോ? അല്ല, കുറച്ച് നെഗറ്റീവ് എനർജി. മേക്ക് ഇറ്റ് പോസിറ്റീവ്. തന്നെ കൊണ്ട് കഴിയൂടോ. ഇനി അവൻ അതിനെ സമ്മതിക്കും. ഞാനെല്ലാം പറഞ്ഞവനെ പഠിപ്പിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അല്ലേലും അങ്ങനെ ആണല്ലോ. സിറിലിനെ ആണല്ലോ വിശ്വാസം. ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തായാലും സിറിൽ പറഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടോ? താൻ അവനെ ഒന്ന് പ്രണയിക്കടോ. അത് ഞാൻ ചെയ്തോളാം. പിന്നെ നമ്മുടെ ആന്റിക്ക് എംപോറിയം കം റിസോർട്ട് മറക്കണ്ട.
മറക്കാനോ? എന്റെ മനസ്സ് മുഴുവൻ അതാ, എന്റെ സ്വപ്നവും അതിപ്പോ. ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ സിറിൽ, ബൈ, ഗുഡ് നൈറ്റ്. അത് ശരി, അപ്പൊ കൂട്ടുകാരൻ പറഞ്ഞപ്പോ എല്ലാം വിശ്വാസായി. ഞാൻ പറയുമ്പോ മാത്രം ഒന്നും മനസ്സിലാവില്ല അല്ലേ? എന്തൊക്കെ പറഞ്ഞു സിറില്? അവൻ എന്തു പറയാൻ? ടെൻഷൻ ആവണ്ട, എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഇല്ലേ നമ്മുടെ കൂടെ, പിന്നെ എന്തിനെങ്ങനെ വിഷമിക്കുന്നേ? വാ, എനിക്ക് ഉറക്കം വരുന്നു. വാ സുദീപേട്ടാ. സുദീപേട്ടാ, നമുക്കേ നമ്മുടെ വീട് പുതിയ സ്ഥലത്ത് വെച്ചാലോ? എവിടെ? സിറിലിന്റെ പ്രോപ്പർട്ടിയുടെ അടുത്ത്, പുഴക്കരയുടെ അടുത്ത്. എനിക്ക് വേണ്ടി ഏട്ടൻ മേടിച്ചില്ലേ ഒരു 20 സെന്റ്, അവിടെ വെച്ചാലോ? അതിനകത്ത് വഴിയില്ലല്ലോ ജയസുധേ. വഴിയൊക്കെ സിറില് തരുമല്ലോ. അത് ശരിയാവുകയാണെങ്കിൽ ഒരു കൊട്ടാരം പോലത്തെ വീട് വെക്കണം. എന്റെ ആർക്കിയോളജിക്കൽ ടേസ്റ്റും സുദീപേട്ടന്റെ സോളമന്റെ റൊമാൻറ്റിക് ടേസ്റ്റും ഒക്കെ വെച്ച് ഒരു കൊച്ചു കൊട്ടാരം. നല്ല സൈറ്റ് ആയിരിക്കും, ശരിക്കും ഒരു സ്വപ്ന കൊട്ടാരമായിരിക്കും. അപ്പൊ നമ്മുടെ മറ്റേ പ്രോപ്പർട്ടിയോ? അത് അത്ര നല്ല പ്രോപ്പർട്ടി ഒന്നുമല്ല. ഒന്നാമതേ മെയിൻ റോഡിൽ നിന്ന് എത്ര ദൂരെയാ. ചുറ്റുവട്ടത്താണെങ്കിൽ നല്ല വീടുമില്ല, ആൾക്കാരാണെങ്കിൽ തീരെ ശരിയുമല്ല. പിന്നെ ഒരു വീട് വെക്കാൻ നോക്കിയിട്ട് എത്ര കാലമായി, വല്ലതും നടന്നോ? അതൊക്കെ ചില സ്ഥലങ്ങളുടെ ഐശ്വര്യക്കേടാ. അത് പിന്നെ അങ്ങ് വെറുതെ ഇട്ടേക്കാൻ പറ്റുമോ? അതവിടെ കിടന്നോട്ടെ, അല്ലെങ്കിൽ നമുക്കതങ്ങ് വെക്കാം, നല്ല വിലയും കിട്ടും. ആ പൈസയും കൂടെ വേണമെങ്കിൽ നമുക്ക് ബിസിനസ്സിലിടാം. അതല്ലേ കുറച്ചും കൂടെ നല്ല പ്ലാൻ. അച്ഛന്റെ ആഗ്രഹം ഞങ്ങൾ മക്കൾ രണ്ടുപേരും അച്ഛന്റെ ശിഷ്ടകാലം വരെ ഞങ്ങൾ ഒരുമിച്ച് കാണുമെന്ന്. പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടെങ്കിലും വീട് വെച്ച് മാറി താമസിക്കുന്നത് ചേട്ടന് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ ഇതിപ്പോ ഒരു കൂട്ടുകുടുംബാവാൻ പോവല്ലേ. സുദീപേട്ട, എന്റെ ഷെയറിൽ നമുക്ക് വീട് വെച്ച് മാറാം. അതിനി താമസിപ്പിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ ഫ്ലാറ്റ് കിടപ്പുണ്ടല്ലോ, പാല് കാച്ചിട്ട് അങ്ങോട്ടേക്ക് മാറാം. അതാകുമ്പോ ടൗൺ ആണ്, ലുലുവിന്റെ അടുത്തും. നീ എല്ലാം കണക്കൂട്ടി വെച്ചിരിക്കുകയാണല്ലേ. പിന്നെ നമുക്ക് സ്വപ്നങ്ങളൊക്കെ വേണ്ടേ സുദീപേട്ട ജീവിതത്തില്? അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? സ്വപ്നങ്ങൾ കാണാൻ. പിന്നെ എനിക്കൊരു സ്വപ്നം വേറെയുണ്ട്, നമ്മുടെ സ്വപ്നം. എന്താ? ഒരു കുഞ്ഞുണ്ടാവാത്തിന്റെ സങ്കടപ്പാട് സബിയച്ചി രവേട്ടയും കാണുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ആ ഒരു കുഞ്ഞിനെ സ്വന്താക്കാനുള്ള തത്രപ്പാടിലല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. ഒരുത്തി പ്രസവിച്ചു കൊടുക്കാൻ വന്നതും അവള് പ്രസവിക്കുന്നതും കാത്ത് നിങ്ങൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതൊക്കെ ഞാനെന്നും കാണുന്നതല്ലേ. എത്ര ആണേലും അത് നമ്മുടെ തറവാട്ടിലെ കുഞ്ഞാവില്ലല്ലോ സുദീപേട്ട. നമുക്ക് നമ്മുടെ കുഞ്ഞു വേണം. അമ്മ വന്നപ്പോ കൂടെ അതാ ഓർമ്മിപ്പിച്ചത്. ജയസുധ, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ. എല്ലാരും പറയുന്നത് പാരമ്പര്യമായി പോകുന്ന. ആൾക്കാരൊക്കെ കുത്തി കുത്തി പറയുന്നു കേട്ടു. ഒരേ ചോരയല്ലേ, ചിലപ്പോ സുദീപേട്ടനും അങ്ങനെയൊക്കെ ആയി പോവെന്ന്. നമുക്കൊട്ടും വൈകിക്കണ്ട, എല്ലാരെയും ഞെട്ടിക്കണം. ഇവിടുത്തെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. കുഞ്ഞുങ്ങളൊരു ഭാഗ്യ ജയസുധേ. ആ ഭാഗ്യം എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. അത് തന്നെയാ ഞാനും പറഞ്ഞത്, താമസിപ്പിക്കണ്ടെന്ന്. ഈ മുറ്റത്ത് സുദീപേട്ടന്റെയും എന്റെയും കുഞ്ഞ് ഓടി കളിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ നിറം തന്നെ മാറും. പിള്ളച്ചാച്ചന്റെ പ്രയാസങ്ങളും മാറും. നമുക്കൊരു സ്ഥാനവും കിട്ടും ഈ വീട്ടില്. നീ എല്ലാരും ഇങ്ങനെ അടച്ചാക്ഷേപിക്കണ്ട. എന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതിനെന്ത് ഇത്ര ഉറപ്പ്? അത് മനസ്സിന്റെ ഉറപ്പാ, വിശ്വാസം. ഞാനും അതൊക്കെ തന്നെയാ പ്രാർത്ഥിക്കുന്നത്. തന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും. നമുക്ക് സ്വപ്നത്തിൽ എന്ന പോലെ ജീവിക്കാം, പോരെ? എനിക്കത് മതി, അത് കേട്ടാ മതി. അതെ, മാവേലിക്കരയിലെ പ്രോപ്പർട്ടിയുടെ കാര്യം നാളെ തന്നെ പിള്ളച്ചാച്ചനോടും രവിയേട്ടനോടും സുദീപേട്ടൻ സംസാരിക്കണം, കേട്ടോ? ലൈറ്റ് ഓഫ് ചെയ്യൂ.
പൊടിമോൻ എണ്ണീറ്റില്ലേ മോളെ? ഇല്ലമ്മേ, നല്ല ഉറക്കമാ. രാവിലെ ചായയും കൊണ്ട് പോയാൽ കഷ്ടപ്പെടണം അവനെ ഉണർത്താൻ, അതവന്റെ ശീല. എന്നിട്ടോ ഐസ് പോലത്തെ ചായയെ കുടിക്കത്തുള്ളൂ. ആ ശീലമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. ഇന്നേതായാലും ഉറങ്ങിക്കോട്ടെ, പാവമല്ലേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ശീലത്തിലങ്ങ് കൊണ്ടുവരും. ചില പെൺകുട്ടികൾ ചെന്ന് കയറുന്ന വീടിനെ നല്ല ഐശ്വര്യമായിരിക്കും ജയസുധ. അപ്പൊ ഞാൻ അങ്ങനെയല്ലേ? അയ്യോ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നൊന്ന് കേക്ക്. ഞാൻ വിചാരിച്ചു ഞാൻ വന്ന് കയറിയതുകൊണ്ടാ ശ്രുതിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചേന്ന്. അതൊന്നും അല്ല മോളെ, സുഖമില്ലാത്ത കുട്ടിയല്ലേ, കല്യാണത്തിരക്ക് ക്ഷീണമൊക്കെ ആയതുകൊണ്ടാ. ഓ, ഞാൻ ഉദ്ദേശിച്ചത് പൊടിമോന്റെ കാര്യം കേട്ടോ. അവൻ ഞങ്ങളെയൊക്കെ ഇട്ടിട്ട് നിന്നെയും കൂട്ടി ജപ്പാനിലോ സ്റ്റേറ്റ്സിലൊക്കെയോ പോകുന്ന കരുതിയത്. എന്തായാലും നീ അത് മാറ്റിയെടുത്തല്ലോ. എനിക്കും ഇഷ്ടമല്ല സബിയേച്ചി, എല്ലാരും വീട്ട് ദൂരെ ഓരോ രാജ്യത്തൊക്കെ പോയി നിൽക്കാൻ. ശ്വാസം മുട്ടും. അത് നല്ലതാ മോളെ, നാടാ നല്ലത്. പിന്നല്ലാതെ ഉള്ളതും കൊണ്ട് ഇവിടുത്തെ കാറ്റേറ്റ് ജീവിക്കുന്നതാ നല്ലത്. ഈ കണ്ണും കാതും എത്താത്ത ലോകത്ത് പോയി കിടന്നാലേ എന്തെങ്കിലും ഒന്ന് വന്നാൽ ആരാ അറിയുന്നേ? എന്റെ അമ്മേ, വാർത്തകൾ കണ്ടിട്ട് തന്നെ പേടിയാവുക. അതൊക്കെ കരുതിയിട്ട് തന്നെ ചേച്ചി ഞങ്ങൾ പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തത്. നിങ്ങളും കൂടെ സഹായിച്ചാ മതി. എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം. എന്താ വേണ്ടെന്ന് പറഞ്ഞാ മതി. ഉറപ്പാണല്ലോ. അവസാനം കാര്യത്തോട് അടുക്കുമ്പോ കാല് മാറരുത്, രാഷ്ട്രീയക്കാരെ പോലെ. അതൊക്കെ ചെയ്തു തരാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ടൂടെ ചെയ്തു തരാൻ. അതെന്താ? നിങ്ങൾ ഇവിടുന്ന് താമസം മാറി പോകരുത്, അത്രേ ഉള്ളൂ. എന്ത് കമ്പനിയോ ബിസിനസ്സോ തുടങ്ങിക്കോളൂ, പക്ഷെ നിങ്ങൾ ഇവിടെ വേണം, ഈ വീട്ടിൽ. അത് ശരിയാ മോളെ. അച്ഛന് നല്ല പേടിയുണ്ട് നിങ്ങൾ വേറെങ്ങോട്ടെങ്കിലും ഇനി മാറി താമസിക്കുമെന്ന്. പിള്ളച്ചേട്ടന്റെ കാലം വരെയെങ്കിലും നിങ്ങൾ ചേട്ടനും അനിയനും ഒരുമിച്ച് അവരുടെ കുടുംബവും ഈ വീട്ടിൽ കഴിയണമെന്ന ആ പാവത്തിന്റെ ആഗ്രഹം. 2 തറവാട് നാമാവിശേഷമായി കിടക്കുക മോളെ. എന്റെ തറവാട്ടിലേക്ക് ഞാൻ ഇവരെ വിളിക്കാത്തതും അതുകൊണ്ടാ. അവിടുത്തെ വീടിന്റെ ഒരു ഭാഗം ബാലവാടിക്കും മറുഭാഗം സൊസൈറ്റിക്കും കൊടുത്തിരിക്കുക. തേങ്ങയും മാങ്ങയൊക്കെ നാട്ടുകാരാ എടുക്കുന്നേ, ആരും നോക്കാനും എടുക്കാനും ഒന്നുമില്ലേ. പിന്നെ എനിക്കും പിള്ളച്ചേട്ടനും അവരവരുടെ വീടുകളിൽ നിൽക്കുന്നത് പേടിയായതുകൊണ്ടൊന്നും അല്ല ഇവിടെ വന്ന് നിൽക്കുന്നത്. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിയുന്നതല്ലേ മോളെ ഒരു സന്തോഷം. അതുകൊണ്ടാ മോളോട് ഇവിടുന്ന് പോകരുതെന്ന് പറയുന്നത്. നിങ്ങൾ ബാംഗ്ലൂരോ ജപ്പാനിലോ ഒക്കെ പോയി താമസിക്കുമെന്നുള്ള പേടിയാ അച്ഛന്റെ മനപ്രയാസത്തിനുള്ള പ്രധാന കാരണം. അതിന് പിള്ളേച്ചാച്ചന് സുദീപേട്ടനെ ഒട്ടും ഇഷ്ടമല്ലാത്ത പോലെയാണല്ലോ എപ്പോഴും പെരുമാറുന്നത്. ആ, അത് തന്നെ കാരണം. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുന്ന അച്ഛൻ കരുതുന്നത്. അതുകൊണ്ടാ ഇപ്പോഴേ ആ വിഷമം കാണിക്കുന്നത്. മോൾ അവനോടൊന്ന് സംസാരിക്കണം. എന്താ സബിയേച്ചി, എന്താ കാര്യം? അച്ഛന്റെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് സ്നേഹത്തോടെ പെരുമാറാൻ പറയണം അവനോട്. അവനൊന്ന് അച്ഛനെ പരിചരിച്ചാ മതി. അച്ഛന്റെ പ്രശ്നങ്ങളൊക്കെ അതോടെ തീരും. അതൊക്കെ ഞാൻ പറഞ്ഞു തീർത്തോളാം, അച്ഛനും മോനും തമ്മിലുള്ള പിണക്കമൊക്കെ. ഇത്രയും കാലം പിള്ളച്ചേട്ടന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് ശ്രുതിയാ. എന്തും ഏതും അവള് പറഞ്ഞാലേ കേൾക്കൂ. മരുന്നും ഗുളികയൊക്കെ അവള് കൊടുക്കണം. ഇനി എന്തിനാ? ഇനി അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അതു മതി, മോളും നോക്കിയും കണ്ടുമൊക്കെ ചെയ്താ മതി. കുറച്ചൊക്കെ പ്രായമാകുന്നതിന്റെയാ, പിന്നെ പിടിവാശിയും പിള്ളേരുടെ സ്വഭാവമൊക്കെ വരും. മോളി ചായ കൊണ്ടു കൊടുക്ക. ഞാൻ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലേക്ക് പോണം. രവി വന്നപ്പോ തന്നെ ഇന്നലെ ലേറ്റായി. ഡോക്ടർ എന്ത് പറഞ്ഞു? ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യുവോ? ഇല്ലമ്മേ, ചെന്നെങ്കിലേ അറിയത്തുള്ളൂ. ആ ശ്രുതിയുടെ ആൾക്കാരും ഇതുവരെ അവളെ നോക്കി വന്നില്ലല്ലോ. നിങ്ങൾ അറിയിച്ചില്ലേ? ഇതിപ്പോ ആരാ ഇതിന്റെ പുറകെ കിടന്നിങ്ങനെ ഓടുന്നത്? ആ സുരഭിയേച്ചെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു. അതുതന്നെയാ മോളെ ഞാനും ചോദിക്കുന്നത്. നിറവയറുള്ള ഒരു പെണ്ണിനെ ഇങ്ങനെ കൊണ്ട തള്ളിയിട്ട് സുരഭിയില്ല, പാരിജാതവും ഇല്ല. ഇവരോട് ചോദിച്ചാൽ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ, നാളെ വരും, മറ്റന്നാൾ വരും, ജോലി തിരക്കാ. എന്നാ പിന്നെ നമ്പർ താ, ഞാനൊന്ന് വിളിക്കാന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അതിന്റെ കെട്ടിയോനേതോ കപ്പലിലോ മറ്റാണെന്നാ പറയുന്നേ. ആരാണെങ്കിലും ഇത് അത്ര ശരിയല്ല അമ്മ. ഇതിപ്പോ രവിയേട്ടനും സുദീപേട്ടനും സബീച്ചിയും തന്നെയല്ലേ കിടന്നോടുന്നേ. അതല്ലെങ്കിൽ പിന്നെ ശ്രുതിയെ നോക്കുന്ന എവിടെയെങ്കിലും കൊണ്ടാക്കണം. ആര് കേക്കാനാ മോളെ? എനിക്കൊന്നും അറിയില്ല. ആ കൊച്ചിനെ അവരെല്ലാരും കൂടി കൈയൊഴിഞ്ഞെന്നാ എനിക്ക് തോന്നുന്നേ. മോളെ, ദേ ഈ ചായ പിള്ളച്ചേട്ടന് കൊടുക്കണം, ഇതിലേ കുടിക്കൂ. ആ, അല്ല, ജയസുധിക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്കും അച്ഛനൊന്നും യഥാർത്ഥ കാര്യങ്ങൾ അറിയില്ലല്ലോ. സബിയേച്ചി പേടിക്കണ്ട, ഞാനായിട്ട് ആരോടൊന്നും പറയാനും പോകുന്നില്ല. പറയാതെ തന്നെ ഇതൊക്കെ മെല്ലെ മെല്ലെ പുറത്തറിയും. എത്ര കാലമാണ് ഇതൊക്കെ മറച്ചു വെക്കുന്നത്?
നാട്ടിൽ പാട്ടാവുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതാ നല്ലത്. പിന്നെ സബിയച്ചി ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് തന്നെ ആണോ കൊണ്ടുവരുന്നത്? അല്ല, അന്ന് ഹോസ്പിറ്റലിന്റെ മുന്നിൽ എന്തോ ഫ്ലാറ്റ് ഉണ്ടെന്നോ അങ്ങോട്ടേക്ക് മാറ്റുന്നെന്നൊക്കെ പറയുന്ന കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. രവിയേട്ടൻ എണീച്ചോ സബിയച്ചി? എണീറ്റു. സബി, ആ മോളെ, ആ അരി എവിടെയാ ഇരിക്കുന്നേ? അതൊന്ന് എടുത്തു തന്നേ. ഇത് മതിയമ്മേ. മോളെ, ഫ്രിഡ്ജിൽ നിന്ന് ആ പച്ചക്കറി ഇങ്ങ് എടുത്തോ. രവിയേട്ടാ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലെ യാത്രയൊക്കെ? കുഴപ്പമില്ല, ടിക്കറ്റ് ഒക്കെ കൺഫേം ആയിട്ട് കൊള്ളായിരുന്നു. പ്രശ്നമൊന്നും ഉണ്ടായില്ല. വിരുന്ന് പോയിട്ട് എന്തായി? ബന്ധുവീട്ടിലൊക്കെ പോയോ എല്ലായിടത്തും? അമ്മാവൻ വിളിച്ചിട്ടുണ്ട്. ഇനി അവിടെയും കൂടെ പോണം. ബാക്കിയുള്ള ഓട്ടോയെ ഇനിയുള്ള 3-4 ദിവസം കൊണ്ട് തീർക്കണം. രവിയേട്ടൻ ഇവിടെ തന്നെ കാണില്ലേ? ഇന്ന് ഫുള്ള് റെസ്റ്റാ, ഇവിടെ തന്നെ കാണും. അപ്പൊ ഇന്ന് ഇവിടെ തന്നെ കാണുമല്ലേ? ആശുപത്രിയിൽ ഒന്ന് പോണം. ശ്രുതിയുടെ കാര്യം ഒന്ന് അന്വേഷിക്കണം. പിന്നെ രവിയേട്ടാ, എന്താ മോളെ? ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലതേ അന്ന് പറഞ്ഞില്ലായിരുന്നോ ഹോസ്പിറ്റലിന്റെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്, അങ്ങോട്ട് മാറ്റാന്ന്? അതല്ലേ കുറച്ചും കൂടെ നല്ലത്. രവിയേട്ടനൊന്ന് സബീച്ചിയുടെ അടുത്ത് പറയോ? അച്ഛാ, അച്ഛാ. ആ, ശ്രുതിമോള് വന്നോ? ശ്രുതിമോളല്ല, ജയസുധയാ. പിള്ളച്ചാച്ചന്റെ ചായ, സ്പെഷ്യൽ ചായ. ദാ. എന്താ പിള്ളച്ചാച്ച ഇങ്ങനെ നോക്കുന്നേ? മധുരമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നാ എന്റെ പൊടിമോന്റെ ഭാര്യ, അവൻ താലി കെട്ടിയ പെണ്ണ്. ആ, പിള്ളച്ചാച്ചന് അസുഖമൊന്നുമില്ലെന്ന് എനിക്കറിയാം. ആൾക്കാർ ചുമ്മാ പറയുന്നതാ. നമുക്കറിഞ്ഞൂടെ ഒന്നുമില്ലാന്ന്. അല്ലെങ്കിൽ ഇപ്പോ ഉണ്ടെങ്കിൽ തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതല്ലേ ഉള്ളൂ, അല്ലേ പിള്ളച്ചാച്ച? എന്നാലും കല്യാണത്തിന് മുന്നിൽ നിന്ന് പിള്ളച്ചാച്ചൻ താലിയെടുത്ത് തരുമെന്നാ ഞാൻ വിചാരിച്ച്. ആർക്കു വേണ്ടിയാ ഞാനതൊക്കെ ചെയ്യേണ്ടത്? ഇനി കിഴവന്റെ ആവശ്യം എന്തുവാ? നിനക്കൊന്നും അറിയത്തില്ല മോളെ. ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹം പോലുമില്ല എനിക്കിപ്പം. എങ്ങനെയെങ്കിലും മാവേലിക്കരയിലെ എൻ്റെ മണ്ണിലെത്തിയാ മതി. ഒറ്റയ്ക്കതിനുള്ള ശേഷിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയേനെ. അവിടെ പട്ടിണിയാണെങ്കിലും സമാധാനമുണ്ട്. ഇവിടെ എല്ലാവരും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കിപ്പോഴില്ല. ഞാൻ സുധീപന് ചായ കൊടുത്തിട്ട് വരാം പിള്ളച്ചാച്ച. നിക്ക്. നിനക്കറിയുമോ എൻ്റെ ഭാര്യയെ? അവള് പോയിട്ട് 10-12 വർഷമായി. ഞാൻ ഒരിക്കലും അവളെ വേദനിപ്പിച്ചിട്ടില്ല. എൻ്റെ മകൻ രവിയുണ്ടല്ലോ, അവന് കുട്ടികളില്ലാഞ്ഞിട്ട് പോലും സബിതയ്ക്കെതിരെ ഒന്ന് ശബ്ദമുയർത്തി അവൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ രണ്ടാമത്തെ മകൻ, എൻ്റെ പൊടിമോൻ, നിന്റെ ഭർത്താവ്, അവനങ്ങനല്ല. എന്നെ ഈ മുറിയിലിട്ട് പൂട്ടിയവനാവൻ. ബന്ധങ്ങളും ബന്ധങ്ങളുടെ വിലയും പോലും അവനറിയില്ല.
നാളെ നീയും കരയേണ്ടി വരും, നീ അവനെ നിയന്ത്രിച്ചില്ലെങ്കിൽ. നിനക്കതിന് കഴിയും. ഇല്ലെങ്കിൽ നീ അവനെയും കൊണ്ട് ഈ വീടും നാടും വിട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചു. എവിടെയെങ്കിലും. പിള്ളേ ചാച്ച, ചായ തണുക്കുന്നു. ഞാൻ സുദീപേട്ടന് കൊണ്ടേ കൊടുക്കട്ടെ? നിക്കുമോളെ, ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതാ മക്കളും മരുമക്കളുമായുള്ളൊരു ജീവിതം. ആ പാവം സൗദയെ കണ്ടില്ലേ? എന്തിനാ എല്ലാം ഇട്ടെറിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നറിയുമോ? കെട്ടിച്ചയച്ച പെണ്ണിന്റെ പിന്നാലെ ഇവിടെ വന്ന് നിൽക്കേണ്ട കാര്യം അവക്കില്ല. എല്ലാരും കൂടെ നിർബന്ധിച്ചിട്ടാ സൗദ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ സൗദാമ്മേനോട് പറഞ്ഞിട്ടുണ്ട് പിള്ളേ ചാച്ച. പിന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. കുറച്ചു നാളുകൊണ്ട് മകളെപ്പോലെ ആയവൾ ശ്രുതി. ആവതുള്ള കാലമായിരുന്നെങ്കിൽ ഞാൻ പോയി നിന്നേനേം ആശുപത്രിയിൽ. അവിടെ അതിനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പിള്ളേ ചാച്ച. ഞാൻ സുദീപേട്ടന് ചായ കൊണ്ടേ കൊടുക്കട്ടെ? ആ, കൊടുക്ക്. മോളെ, ചായ തണുത്തെങ്കിൽ ചൂടാക്കി കൊടുക്കണം. ശരി. സൗദ മിടുക്കിയ. വന്ന കേറിയ പെണ്ണിനെ സൗദയെങ്കിലും നല്ല വാക്ക് ഊതിക്കൊടുക്ക്. അല്ലാതെന്ത് ചെയ്യാനാ?